എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. ഈ ഒരു കർമ്മത്തെ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 25 പുരഞ്ജന രാജാവിൻ്റെ ചരിതം പറയാണ്. അപ്പോൾ പ്രചേതസ്സുകൾ രുദ്രഗീതം ജപിച്ചുകൊണ്ട് 10,000 വർഷം തപസ് ചെയ്തുകൊണ്ടിരിക്കെ അവരുടെ പിതാവായ പ്രാചീന ബർഹിസ് രാജ്യത്ത് ഭൂമിയിൽ എല്ലായിടത്തും ചുറ്റി നടന്നുകൊണ്ട് യാഗയജ്ഞാദി കർമ്മങ്ങൾ ഇങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുക, പുണ്യം കിട്ടാനും ഓരോരോ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുമായിട്ട്. അപ്പോൾ ആ ഫലേച്ഛ കർമ്മങ്ങളിൽ ഇങ്ങനെ ആകൃഷ്ടനായിട്ടിരിക്കുകയായിരുന്നു. അത് കണ്ടിട്ട് ദയ തോന്നിയ നാരദ മഹർഷി അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, അങ്ങ് ചെയ്യുന്ന ഈ കർമ്മങ്ങൾ കൊണ്ട് എന്താഗ്രഹം നേടിയെടുക്കാനാണ് അങ്ങ് ഇത് ചെയ്യുന്നത്? ഈ ഭൂമിയിലെ സുഖമായിട്ട് ദുഃഖമില്ലാതെ സുഖമായി പരമസുഖത്തെ അനുഭവിച്ച് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കർമ്മങ്ങൾ കൊണ്ട് അതൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. അത് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഒരു കഥ പറയുന്നതാണ് പുരഞ്ജന രാജാവിൻ്റെ ചരിതം. പുരഞ്ജന രാജാവ് വലിയൊരു രാജാവായിരിക്കെ കൊട്ടാരവും എല്ലാ സുഖങ്ങളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് അതിലൊരു പൂർണ്ണ സംതൃപ്തി വരുന്നില്ല. ഇതിലും സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ മറ്റൊരു സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം ഹിമാലയത്തിൻ്റെ തെക്കുഭാഗത്തൊരു താഴ്വരയിലായിട്ട് മനോഹരമായ ഒരു നഗരം കാണുകയാണ്. ആ നഗരത്തിൻ്റെ വർണ്ണനയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ 19ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ആ നഗരത്തിൻ്റെ വർണ്ണനയാണ് കേട്ടോ. ശ്ലോകം 19. നാനാ ആരണ്യ മൃഗവ്രാതൈഹി അനാബാധേ മുനിവൃതൈഹി ആഹൂതം മന്യതേ പാന്തഃ യത്ര കോകിലകൂജതൈഹി. നാനാ ആരണ്യ മൃഗവാതൈഹി, പലതരത്തിലുള്ള മൃഗങ്ങളാൽ ചുറ്റപ്പെട്ടിട്ട് ആ ഉദ്യാനം, അതായത് ആ കണ്ട നഗരത്തിലെ അവിടുത്തെ ഉദ്യാനത്തിൽ പല വിധത്തിലുള്ള മൃഗങ്ങളെ കാണാമായിരുന്നു. പക്ഷെ പ്രത്യേകത മുനിവൃതൈഹി, മുനിമാരെ പോലെയാണെന്ന്. അത്രയ്ക്കും ശാന്തശീലരായ മൃഗങ്ങൾ. അനാബാധേ, അതായത് ഹിംസ, ഒന്ന് മറ്റൊന്നിനെ തിന്നുക എന്ന് പറയുന്ന ഹിംസ ഉപദ്രവിക്കലും ഉണ്ടായിരുന്നില്ല. മുനിമാരെ പോലെ അതുപോലെ ശാന്തശീലരായിട്ടുള്ള മൃഗങ്ങൾ ആ നഗരത്തിലെ ഉദ്യാനങ്ങളിൽ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഉദ്യാനത്തിൽ കോകില കൂജതൈഹി, അതായത് കുയിലുകളുടെ കൂവല്, അവരുടെ കുയിലുകളുടെ ആ കൂജനങ്ങൾ അത് കേൾക്കുമ്പോൾ പാന്തഹ, ആ നഗരത്തിൻ്റെ അരികിലൂടെ നടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് ആഹൂതം മന്യത, ഞങ്ങളെ വിളിക്കുകയാണോ എന്ന് മന്യതേ തോന്നിപ്പോകുന്നു. അത്രയും മനോഹരമായിട്ടുള്ള കുയിലുകളുടെ പാട്ടും കേൾക്കാമായിരുന്നു. അവരുടെ കൂജനങ്ങൾ കേൾക്കുമ്പോൾ ആ നഗരത്തിൻ്റെ വശത്തിലൂടെ നടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് ഞങ്ങളെ വിളിക്കുകയാണോ, അവരെ വിളിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുയിലുകളുടെ കൂജനങ്ങളും അതുപോലെ പല വിധത്തിലുള്ള മൃഗങ്ങൾ വളരെ ശാന്തശീലരായി ഹിംസയില്ലാതെ അവിടെ ഉദ്യാനങ്ങളിൽ കഴിയുന്നതും പുരഞ്ജന രാജാവ് കണ്ടു. അപ്പോൾ രാജാവിന് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു നഗരം. അങ്ങനെ ഇരിക്കെ ശ്ലോകം 20 വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൻ്റെ തത്വം ഇപ്പോഴൊന്നും പറയില്ല, വളരെ അവസാനേ പറയുള്ളൂ. അപ്പോൾ കഥ ഓർമ്മയുണ്ടാവണം. ഇനിയും 3-4 അധ്യായങ്ങളിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ അവസാനം തത്വം പറയുമ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം ഓർമ്മയുണ്ടാവണം കേട്ടോ. ശ്ലോകം 20 യദൃശ്ചയാ ആഗതാം തത്ര ദദർശ പ്രമദോത്തമാം ഭൃത്യൈഹി ദശഭിഹി ആയാന്തി മേഘൈക ശതനായകൈഹി. യദൃശ്ചയാ ആഗതാം, അവിടെ യാദൃശ്ചികമായി വന്നു ചേർന്നു. തത്ര, അതായത് രാജാവ്, പുരഞ്ജന രാജാവ് ആ മനോഹരമായ നഗരത്തിലെ ഉദ്യാനങ്ങളിൽ ഇങ്ങനെ നടക്കുമ്പോൾ തത്ര, അവിടെ പ്രമദോത്തമ, മനോഹരിയായ സുന്ദരിയായ ഒരു സ്ത്രീ യാദൃശ്ചികമായി വന്നു ചേർന്നപ്പോൾ രാജാവ് അവളെ, പുരഞ്ജന രാജാവ് അവളെ ദദർശ
കണ്ടു എന്ന്. അവൾ മാത്രമല്ല കൂടെ ഉണ്ടായിരുന്നത്, ഭൃത്യൈഹി ദശഭിഹി ആയാന്തിഹി, 10 ഭൃത്യന്മാർ സേവകന്മാരാൽ ചുറ്റപ്പെട്ടിട്ടായിരുന്നു അവൾ നിന്നിരുന്നത്. 10 സേവകന്മാർ. വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ഇതൊക്കെ ഓരോ തത്വങ്ങളാണ്. നല്ല സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു, 10 അതായത് ഭൃത്യന്മാർ, അനുയായികൾ അവൾക്ക് ചുറ്റും ഉണ്ടായിരുന്നു. ഇനി ഏക ശതനായകൈഹി, ഓരോ ഭൃത്യന്മാരുടെ കൂടെയും ശതനായകൈഹി 100-ലധികം പത്നിമാരും ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇപ്പോൾ ഈ സുന്ദരിയായ സ്ത്രീയുടെ കൂടെ 10 ഭൃത്യന്മാർ ഉണ്ടായിരുന്നു, സേവകന്മാർ ചുറ്റും ഉണ്ടായിരുന്നു. ഓരോ സേവകന്മാരുടെ കൂടെയും 100-ലധികം ഭാര്യമാർ, പത്നിമാർ ഓരോരുത്തരുടെ കൂടെയും ഉണ്ടായിരുന്നു എന്ന്. അപ്പം അങ്ങനെ ഒരു കാഴ്ചയാണ് രാജാവ് കണ്ടത്. ശ്ലോകം 21. പഞ്ചശീർഷ അഹിനാ ഗുപ്താം പ്രതിഹാരേണ സർവതഃ അന്വേഷമാണാം ഋഷഭം അപ്രൗഢം കാമരൂപിണി. ഇനി അവർ മാത്രമല്ല, അപ്പം 100-ലധികം പത്നിമാരോടൊപ്പം 10 സേവകന്മാരും ഉണ്ടായിരുന്നു ഈ സ്ത്രീയോടൊപ്പം. അവർ മാത്രമല്ല, പഞ്ചശീർഷം 5 ശിരസ്സുകൾ തലയുള്ള അഹിന, ഒരു സർപ്പത്താൽ, പ്രതിഹാരേണ, സർപ്പമാകുന്ന പ്രതിഹാരേണ എന്ന് വെച്ചാൽ കാവൽക്കാരനാൽ, സർവതഃ എല്ലായിടത്തും, ഗുപ്താം അവൾ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഈ സുന്ദരിയായ പെണ്ണിൻ്റെ മുന്നിൽ, സ്ത്രീയുടെ മുന്നിൽ നിൽക്കുന്നത് 5 ശിരസ്സുകളോട് കൂടിയ ഒരു സർപ്പമാണ്. ആ സർപ്പമാണ് അവളുടെ കാവൽക്കാരൻ. ആ സർപ്പത്താൽ സംരക്ഷിക്കപ്പെട്ടിട്ടാണ് അവൾ ആ ഉദ്യാനത്തിൽ ചുറ്റി നടന്നിരുന്നത്. ഇനി അവളും അന്വേഷമാണാം ഋഷഭം, അവളും ഒരു ഭർത്താവിനെ, അവൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ അന്വേഷിക്കുകയായിരുന്നു. അപ്രൗഢം കാമരൂപിണി, അപ്രൗഢം എന്ന് വെച്ചാൽ പ്രായമില്ല എന്ന്, വളരെ യൗവനത്തിലേക്ക് കടന്നിട്ടുള്ളൂ, അത്രയും ചെറുപ്പപ്രായം, കാമരൂപിണി സുന്ദരിയുമായ ഒരു പെണ്ണായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. അവളും അവൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ തിരഞ്ഞു നടക്കുകയായിരുന്നു. അവൾക്ക് ചുറ്റും 10 സേവകന്മാരും അവരോട് ഓരോരുത്തരുടെ കൂടെയും 100-ലധികം പത്നിമാരും ഉണ്ടായിരുന്നു. അവൾക്ക് മുന്നിലായിട്ട് 5 തലയുള്ള ഒരു നാഗവും ഉണ്ടായിരുന്നു. ഇവരാൽ സംരക്ഷിക്കപ്പെട്ടിട്ടാണ് അവൾ നടന്നിരുന്നത്. ശ്ലോകം 22. ഇനി അവളുടെ സൗന്ദര്യം, അവളുടെ ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ. സുനാസാം സുദതീം ബാലാം സുഖപോലാം വരാനനം സമവിന്യസ്ത കർണാഭ്യാം ബിഭ്രതീം കുണ്ടലാശ്രയം. സുനാസാം അതായത് വളരെ മനോഹരമായ നാസിക, സുദതീം വളരെ മനോഹരമായ ദന്തങ്ങൾ, ബാലാം യുവതി അതായത് യൗവനത്തിലേക്ക് അങ്ങ് കടന്നിട്ടേ ഉള്ളൂ, സുകപോലം മനോഹരമായ നെറ്റിത്തടം, വര ആനനം സുന്ദരമായ മുഖം, സമവ്യന്യസ്ത കർണാഭ്യം തുല്യമായ ഒരേപോലെ തോന്നിക്കുന്ന 2 കാതുകൾ, അതിൽ കുണ്ടലശ്രിയം സുന്ദരമായ കർണാഭരണങ്ങളുടെ ബിഭ്രതിയും പ്രകാശവും. അപ്പോൾ സുന്ദരമായ കർണാഭരണങ്ങൾ കൊണ്ട് പ്രകാശിക്കുന്ന കാതുകളുമായിരുന്നു. അപ്പോൾ അവളുടെ സൗന്ദര്യമാണ് അവിടെ വർണ്ണിക്കുന്നത്. ശ്ലോകം 23. പിശങ്കനീവീം സുശ്രോണീം പിശങ്കനീവീം സുശ്രോണീം ശ്യാമാം കനകമേഖലാം പദ്ഭ്യാം കുണദ്ഭ്യാം ചലതീം നൂപുരൈ ദേവതാം ഇവ. സുശ്രോണി മനോഹരമായ അരക്കെട്ട്, ആ അരക്കെട്ടിൽ പിശങ്കനീവി മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ചുറ്റിയിരിക്കുന്നു. ഇനി ശ്യാമാം സുന്ദരമായ, കനകമേഖലാം സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു അരഞ്ഞാണവും ആ പട്ടിൻ്റെ മുകളിൽ ചുറ്റിയിട്ടുണ്ട്. ഇനി നൂപുരൈഹി അതായത് അവളുടെ ചിലങ്കകളുടെ, കുണദ്ഭ്യാം ആ കിലുക്ക ശബ്ദം കൊണ്ട് മനോഹരമായ പദ്ഭ്യാം 2 പാദങ്ങളും, അങ്ങനെ മൊത്തത്തിൽ ചലതീം അവൾ നടക്കുമ്പോൾ ആ ചിലങ്കയുടെ കിലുക്കത്താൽ മനോഹരമായ 2 പാദങ്ങൾ എല്ലാം കൊണ്ട് ദേവതാം ഇവ ഒരു ദേവതയാണെന്ന് തോന്നിക്കുന്ന പോലെയുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവൾ. ശ്ലോകം 24. സ്തനൗ വ്യഞ്ജിത കൗശോരൗ സമവൃത്തൗ നിരന്തരൗ വസ്ത്രാന്തേന നിഗൂഹന്തീം വ്രീഡയാ ഗജഗാമിനീം. സ്തനൗ അവളുടെ മാറിടങ്ങൾ, വ്യഞ്ജിത കൗശോരൗ അതായത് നവയൗവനം ചെറുപ്പമാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ അത്ര മനോഹരമായിരുന്നു. അതാണ് സമവൃത്തൗ നിരന്തരൗ മനോഹരമായിരുന്നു. ഇനി വസ്ത്രാന്തേന നിഗൂഹന്തി വ്രീഡയ, വ്രീഡയ എന്ന് വെച്ചാൽ ലജ്ജയോടുകൂടി വസ്ത്രാന്തേന അവൾ
അണിഞ്ഞിരുന്ന വസ്ത്രം കൊണ്ട് നിഗൂഹന്തി അവളിങ്ങനെ ശരീരം മറച്ചുകൊണ്ട് ഗജകാമിനി ഒരു ആനച്ചന്തത്തിലായിരുന്നു നടന്നിരുന്നത് എന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണിലെ അവളുടെ സൗന്ദര്യമാണ് ആ വർണ്ണിക്കുന്നത്. അത്രയും ചെറുപ്പമായതുകൊണ്ട് തന്നെ അത്രയും സുന്ദരിയുമായിരുന്നു. പിന്നെ ഉടുത്തിരിക്കുന്ന ചേലയുടെ അറ്റം കൊണ്ട് ശരീരം മറച്ചിട്ട് ആ ഒരു ലജ്ജയോടുകൂടി ഒരു ആനച്ചന്തത്തിലായിരുന്നു അവൾ നടന്നിരുന്നത്. ശ്ലോകം 25. താം ആഹ ലളിതം വീര സ വ്രീഡ സ്മിതശോഭനാം സ്നിഗ്ധേന അഭാംഗ പുങ്കേന സ്പൃഷ്ടഃ പ്രേമ ഉദ്ഭ്രമ ഭ്രുവ. താം അങ്ങനെയുള്ള അവളോട് ആഹാ, അതായത് പുരഞ്ജന രാജാവ് ഇപ്രകാരം ചോദിച്ചു. ലളിതം, വളരെ ലളിതമായിട്ട് മാന്യമായ രീതിയിൽ വീരനായ പുരഞ്ജന രാജാവ് അവളോട് ചോദിച്ചു. സവ്രീഡ, അതായത് ലജ്ജയോടുകൂടി സ്മിതശോഭനം, പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ പുഞ്ചിരിയുടെ മനോഹാരിത കണ്ടിട്ട്, അതുമാത്രമല്ല സ്നിഗ്ധേന അഭാംഗ പുങ്കേന, അതായത് ആ ഒരു ആരെയും ഇങ്ങനെ ആകർഷിക്കുന്ന രീതിയിലുള്ള അവളുടെ ആ കടക്കൺ നോട്ടത്താൽ പുങ്കേന, അത് മനസ്സിൽ തുളച്ച് കയറിയിട്ട് പുങ്കേന എന്ന് വെച്ചാൽ ആ കടക്കൺ നോട്ടത്താൽ സ്പൃഷ്ടഃ, അതായത് ആ നോട്ടം മനസ്സിൽ തുളച്ചു കയറിയിട്ട് പ്രേമ ഉദ്ഭ്രമ ഭ്രുവ, അവളോടുള്ള പ്രേമാവേശത്താൽ പുരികക്കൊടികളൊക്കെ ഇങ്ങനെ മുകളിലോട്ട് ഉയർന്ന് ചലിച്ചുകൊണ്ട് ആ പുരഞ്ജന രാജാവ് അവളോട് ഇപ്രകാരം ചോദിച്ചു എന്ന്. അപ്പം അവളുടെ ആ പുഞ്ചിരിയും അവളുടെ ആ നോട്ടമൊക്കെ അദ്ദേഹത്തിന് അത്രമാത്രം സ്വാധീനിച്ചു എന്നർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ അവളോട് ഒരു പ്രേമം തോന്നിയ അദ്ദേഹം അവളോട് ഇപ്രകാരം ചോദിച്ചു. ഇനി എന്തായിരുന്നു അദ്ദേഹം ചോദിച്ചത്? ശ്ലോകം 26. കാ ത്വം കഞ്ചപലാശാക്ഷി കസ്യാ അസി ഇഹ കുതഃ സതിഹി ഇമാം ഉപപുരീം ഭീരു കിം ചികീർഷസി ശംസമേ. അതായത് ചോദ്യം, കാ ത്വം, നീ ആരാണ്? കഞ്ചപലാശാക്ഷി, താമരയുടെ ഇതളുകൾ പോലെ വിടർന്ന കണ്ണുകളോട് കൂടിയ അല്ലയോ ഭവതി, നീ ആരാണ്? കസ്യ അസി, നീ ആരുടെ പുത്രിയാണ്? ഇനി ഇഹ, ഇവിടെ, കുതഹ, എന്തിനാണ് നീ വന്നിരിക്കുന്നത്? സതി, അല്ലയോ സതി, ശ്രേഷ്ഠയായ അവളെ, നീ ആരാണ്? നീ ആരുടെ പുത്രിയാണ്? നീ ഇവിടെ എന്തിനാണ് എവിടെ നിന്നാണ് വന്നത്? കുതഹ എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് നീ ഇവിടേക്ക് വന്നത്? ഇനി ഇമാം ഉപപുരീം, അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ നഗരത്തിൽ ഭീരു എന്ന് വെച്ചാൽ അവളെ വിളിക്കുകയാണ്. അതായത് ഒരു ലജ്ജയോട് കൂടിയിട്ടല്ലേ നിൽക്കുന്നത്. അല്ലയോ ഭീരു ആയവളെ, കിം ചികിർഷസി, എന്തിനാണ് ഈ നഗരത്തിലേക്ക് നീ വന്നത്? ശംസ മേ, അതെന്നോട് വിശദീകരിച്ചു പറഞ്ഞാലും. അപ്പം നീ ആരാണ്? നീ ആരുടെ പുത്രിയാണ്? നീ എവിടെ നിന്നാണ് വരുന്നത്? ഈ ഒരു മനോഹരമായ നഗരത്തിൽ എന്താഗ്രഹം നേടാനാണ് നീ വന്നത്? ഇതെല്ലാം ദയവായി എന്നോട് പറഞ്ഞാലും എന്ന് പുരഞ്ജന രാജാവ് അവളോട് പറയുകയാണ്. ശ്ലോകം 27. ക ഏതേ അനുപഥ യേ ത ഏകദശ മഹാഭടഃ ഏതാവ ലലനാഹ സുബ്രുഹു കഹ അയം തേ അഹി പുരസ്സരഃ. ഇനി അടുത്ത ചോദ്യമാണ് കേട്ടോ. ക ഏതേ, കേ ഏതേ, അതായത് അവർ ആരാണ്? അനുപത, നിന്റെ അനുയായികളായിട്ട് കൂടെയുള്ള യേ, അവർ, തേ, നിന്റെ, ഏകദശ മഹാപട, ഏകദശം എന്ന് വെച്ചാൽ 11. അപ്പം രാജാവ് 11 പേരെ കണ്ടിട്ടുണ്ടെന്ന്. അപ്പം 11 പേരടങ്ങുന്ന ഈ ഭടന്മാർ, സേവകന്മാരായി നിന്റെ ചുറ്റും നിൽക്കുന്ന അവർ യഥാർത്ഥത്തിൽ ആരാണ്? അവരും ആരാണ്? രാജാവിനൊന്നും മനസ്സിലാകുന്നില്ല. വളരെ ഒരു പ്രത്യേക കാഴ്ചയാണ് കാണുന്നത്. ഇനി ഏതാവ ലലന, അവരോടൊപ്പമുള്ള ഈ 100-ലധികമായിട്ടുള്ള പത്നിമാർ ആരാണ്? ഓരോരുത്തരുടെ കൂടെയുണ്ട് 100-ലധികം പത്നിമാർ. ഇവരൊക്കെ ആരാണ്? സുബ്രു, മനോഹരമായ കണ്ണുകളുള്ളവളെ, കഹ അയം, ഇനി ആരാണ്? തേ അഹി പുരസര, തേ, നിന്റെ, പുരസരഹ, മുൻപിൽ നിൽക്കുന്ന അഹി, ഈ സർപ്പം, അതാരാണ്? ഇപ്പം രാജാവിൻ്റെ സംശയം ചോദിക്കുക, നീ ആരാണ്? ആരുടെ പുത്രിയാണ്? എവിടെ നിന്ന് വന്നു? ഈ നഗരത്തിൽ എന്തിനു വന്നു? ഇനി നിന്റെ ഭൃത്യന്മാരായിട്ട് നിനക്ക് ചുറ്റും നിൽക്കുന്ന ഈ 11 ഭടന്മാർ, അവരാരൊക്കെയാണ്? അവരുടെ കൂടെ നിൽക്കുന്ന ഈ സ്ത്രീകൾ ആരൊക്കെയാണ്? ഇനി നിനക്ക് മുന്നിൽ നിന്നെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന 5 ശിരസ്സുകളോട് കൂടി ആ സർപ്പം ആരാണ്? ഇതൊക്കെയായിരുന്നു രാജാവിൻ്റെ ചോദ്യം. ഇനി ശ്ലോകം 28. ത്വം ഹ്രീ ഭവാനി അസി അധ
വാക് രമാപതിം വിജിന്വതി കിം മുനിവത് രഹഃ വനേ ത്വദംഘ്രി കാമ ആപ്ത സമസ്തകാമം ക്വ പത്മകോശഃ പതിതഃ കരാഗ്രാത്. എന്നിട്ട് രാജാവ്, പുരഞ്ജന രാജാവ് ചോദിക്കുകയാണ്, ത്വം നീ ഹ്രീ, ഹ്രീ എന്ന് വെച്ചാൽ ലജ്ജ, ലജ്ജയുടെ ദേവതയാണ്, ലജ്ജയുടെ ദേവിയാണോ? ഇനി ഭവാനി, നീ പാർവതി ദേവി, അസി ഇനി ആണോ എന്ന്, അസി ആണോ? അധ ഇനി അതല്ലെങ്കിൽ വാക്, വാക് എന്ന് വെച്ചാൽ സരസ്വതി ദേവിയാണോ? രമ ലക്ഷ്മി ദേവിയാണോ? എന്നിട്ട് പതിം വിജുന്വതി, നിങ്ങൾ പതിയെ അന്വേഷിക്കുകയാണോ? അതായത് ലക്ഷ്മി ദേവി ആണെങ്കിൽ മഹാവിഷ്ണുവിനെ അന്വേഷിക്കുകയാണോ? വാഗ്ദേവ സരസ്വതി ആണെങ്കിൽ ബ്രഹ്മദേവനെ അന്വേഷിക്കുകയാണോ? പാർവതി ദേവി ആണെങ്കിൽ മഹാദേവനെ അന്വേഷിക്കുകയാണോ? ലജ്ജാദേവി ആണെങ്കിൽ ധർമ്മദേവനെ അന്വേഷിക്കുകയാണോ? അപ്പോൾ ആ ഏതെങ്കിലും അത്തരത്തിലുള്ള ദേവിയാണോ എന്നാണ് ആ ചോദിക്കുന്നത്. പതിം വിജിന്വതി, ഭർത്താവിനെ അന്വേഷിക്കുകയാണോ? ഇനി കിം മുനിവത്, കിം മുനിവത്, ഒരു മുനിയെ പോലെ എന്തിനാണ് രഹഃ വനേ, ഈ വനത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക്, വേറെ ആരുമില്ല, ഭൃത്യന്മാരും ഒരു സർപ്പവും ഉണ്ട്, അങ്ങനെ നടക്കുന്നത് മുനിമാരെ പോലെ അധികമൊന്നും സംസാരിക്കാതെ നീ എന്തിനാണ് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത്? നിന്റെ പതിയെ അന്വേഷിക്കുകയാണോ? ഇനി പാർവതി ദേവിയാണോ, സരസ്വതി ദേവിയാണോ, ലക്ഷ്മി ദേവിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ത്വദംഘ്രി കാമ ആപ്ത സമസ്ത കാമം, എന്തായാലും നിന്റെ പാദങ്ങളെ, ത്വദംഘ്രി കാമം, ത്വദംഘ്രി നിന്റെ പാദങ്ങളെ അതായത് സേവിക്കുന്നതിലൂടെ ആപ്ത സമസ്ത കാമം, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെട്ടവനായിരിക്കും നിന്റെ ഭർത്താവ്. എന്നാലും ചോദിക്കുകയാണ്, കരാഗ്രാത് നിന്റെ കയ്യിൽ നിന്നും, പത്മകോശഃ നിന്റെ കയ്യിൽ ലക്ഷ്മി ദേവി ആണെങ്കിൽ ഒരു താമരപ്പൂ ഉണ്ടാവണ്ടേ, ആ പത്മകോശഃ പതിതഃ ക്വ എവിടെയാണ് വീണുപോയത്? അപ്പം നീ ലക്ഷ്മി ദേവിയാണോ? നിന്റെ കയ്യിലെ മഹാവിഷ്ണുവിനെ അന്വേഷിക്കുകയാണോ? ലക്ഷ്മി ദേവി കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ താമരപ്പൂ എവിടെ വീണുപോയി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പാർവതി ദേവിയാണോ? അത്രയും സൗന്ദര്യം കണ്ടിട്ടാണ് ആ ദേവിമാരുടെ പേര് എടുത്തെടുത്ത് ചോദിക്കുന്നത്, ഭർത്താവിനെ അന്വേഷിക്കുകയാണോ എന്നൊക്കെ. ശ്ലോകം 29. എന്നിട്ട് പുരഞ്ജന രാജാവ് പറയുകയാണ്, മനസ്സിലാക്കി, അല്ല, അങ്ങനെയുള്ള ദേവിമാരാരുമല്ല, ഒരു മനുഷ്യസ്ത്രീ തന്നെയാണെന്ന് മനസ്സിലാക്കുകയാണ്. അതാണ് ശ്ലോകം 29 പറയുന്നത്. ന ആസാം വരോരു അന്യതമാ ഭുവി സ്പൃക് പുരീം ഇമാം വീരവരേണ സാകം അർഹസി അലം കർത്തും അഭദ്രകർമ്മണ ലോകം പരം ശ്രീഹി ഇവ യജ്ഞപുംസഹ. അതായത് നീ ആസാം എന്ന് വെച്ചാൽ നീ, വരോരു അല്ലയോ സൗഭാഗ്യവതി, അന്യതമ നീ അല്ല, അങ്ങനെയുള്ള ദേവിമാരാരും അല്ല, നഹ എന്ന് വെച്ചാൽ അവരാരുമല്ല നീ എന്ന്. ആദ്യം അവരൊക്കെ ആണോ എന്ന് ചോദിച്ചു, പിന്നെ അല്ല, നീ അങ്ങനെയുള്ള ദേവിമാരൊന്നുമല്ല. എന്നിട്ട് അതിൻ്റെ കാരണം പറയാണ്, ഭുവി സ്പൃക് നിന്റെ പാദം ഭൂമിയിൽ സ്പർശിക്കുന്നുണ്ട്, ആ ദേവിമാരാണെങ്കിൽ ഒരിക്കലും പാദം ഭൂമിയിൽ സ്പർശിക്കില്ല, അപ്പം നിന്റെ പാദം ഭൂമിയിൽ സ്പർശിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ അങ്ങനെയുള്ള ദേവിമാരാരും അല്ല. ഇനി പുരീം ഇമാം വീരവരേണ സാകം, വീരവരേണ മഹാവീരനായ എന്നോടുകൂടി, ഇമാം പുരീം ഈ ഒരു നഗരത്തിൽ, അലം കർത്തും ഈ നഗരത്തെ അലങ്കരിച്ചുകൊണ്ട്, അർഹസി ജീവിക്കുവാൻ നീ അർഹതയുള്ളവളാണ്. കാരണം അഭദ്രകർമ്മണ വേറെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വീട്ടുകാരും ആരുമില്ല, ആ യൗവന പ്രായത്തിൽ ഇങ്ങനെ ഈ ഉദ്യാനത്തിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക ഒറ്റയ്ക്ക്, അപ്പം അത് വലിയൊരു കർമ്മമാണ്. അതുകൊണ്ട് ശ്രീഹി ഇവ മഹാലക്ഷ്മിയെ പോലെ, യജ്ഞപുംസാം മഹാലക്ഷ്മി മഹാവിഷ്ണുവിനോടൊപ്പം ലോകം പരം, ആ പരമമായ ലോകം വൈകുണ്ഠത്തിൽ കഴിയുന്നത് പോലെ നമുക്ക് രണ്ടു പേർക്കും ഈ ഒരു നഗരത്തിൽ ഒരുമിച്ച് കഴിയാം. അതാണ് അവളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ നീ ആ ദേവിമാരാരുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, കാരണം നിന്റെ പാദം ഈ ഭൂമിയിൽ, ഭവതിയുടെ പാദം ഈ ഭൂമിയിൽ സ്പർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീരനാണ് ഞാൻ, എനിക്ക് എൻ്റെ ഭാര്യയായിരിക്കാൻ നിനക്ക് അർഹതയുണ്ട്, കാരണം നീയും മറ്റാരും ചെയ്യാത്ത കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിനോടൊപ്പം വൈകുണ്ഠത്തിൽ കഴിയുന്നത് പോലെ മനോഹരമായി ഈ നഗരത്തെ അലങ്കരിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഇവിടെ ജീവിക്കാം എന്ന് അദ്ദേഹത്തിൻ്റെ ആ വിവാഹാഭ്യർത്ഥന അവളോട് നടത്തുകയാണ്. ശ്ലോകം 30.
യത് ഏഷ, അപ്പം അതിൻ്റെ അങ്ങനെ പറയാനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത്. യത് ഏഷ മാം അഭാംഗ വിഖണ്ഡിത ഇന്ദ്രിയം സവ്രീഡഭാവസ്മിത വിഭ്രമദ്ഭ്രുവ ത്വയാ ഉപസൃഷ്ട ഭഗവാൻ മനോഭവ പ്രഭാതതേ അധ അനുഗൃഹാണ ശോഭനെ. ഹേ ശോഭനെ, അല്ലയോ ശോഭനെ, യത് എന്തുകൊണ്ടെന്നാൽ, ഞാനിങ്ങനെ വിവാഹാഭ്യർത്ഥന നടത്താനുള്ളത് കാരണം എന്തുകൊണ്ടെന്നാൽ, മാ എന്നെ അഭാംഗ വിഖണ്ഡിത ഇന്ദ്രിയം, നിന്റെ ആ നോട്ടം ഉണ്ടല്ലോ, ദേവിയുടെ ആ നോട്ടം എൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രക്ഷുബ്ധമാക്കിയിരിക്കുന്നു. അതാണ് വിഖണ്ഡിത ഇന്ദ്രിയം. നിന്റെ നോട്ടം കൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രക്ഷുബ്ധമായിരിക്കുന്നു. സവ്രീഡ ലജ്ജയോടുകൂടിയ ഭാവസ്മിത വിഭ്രമദ്ഭ്രുവ, അതായത് ലജ്ജയോടുകൂടി നീ ചിരിക്കുമ്പോൾ ആ മന്ദസ്മിതം കൊണ്ട് നിന്റെ പുരികക്കൊടികൾ ചലിക്കുന്നതൊക്കെ കണ്ടിട്ട് ത്വയാ ഉപസൃഷ്ട, ഞാൻ നിന്നിലേക്ക് സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ആ പറയുന്നത്, ആകൃഷ്ടനായിരിക്കുന്നു, ഞാൻ ഭവതിയിൽ ആകൃഷ്ടനായിരിക്കുന്നു. കാരണം ഭഗവാൻ മനോഭവ പ്രബോധത്തെ, ഭഗവാൻ മനോഭവ, ആ കാമദേവനാൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടിട്ട് എൻ്റെ ഉള്ളിൽ നിന്നെ മോഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അഥാ ആയതിനാൽ അനുഗ്രഹാണ്, എന്നെ നീ അനുഗ്രഹിച്ചാലും, അതാണ് ആ പറയുന്നത്, എന്നോടൊപ്പം ജീവിക്കാൻ നീ തയ്യാറായാലും എന്ന് അവളോട് ആവശ്യപ്പെടുകയാണ്. ശ്ലോകം 31. ത്വത് ആനനം സുബ്രു സുതാരലോചനം വ്യാലംബി നീല അളകവൃന്ദ സംവൃതം ഉന്നീയ മേ ദദർശ വൽഗുവാചകം യത് വ്രീഡയാന അഭിമുഖം ശുചിസ്മിതേ. അതായത് ശുചിസ്മിതേ, നല്ല മനോഹരമായ പുഞ്ചിരിയുള്ളവളെ, അവളോട് പറയുകയാണ്, ത്വത് ആനനം, നിന്റെ മുഖം, സുബ്രു, അതുപോലെ നിന്റെ മനോഹരമായ പുരികക്കൊടി, സുതാരലോചനം, സുന്ദരമായി തിളങ്ങുന്ന കൃഷ്ണമണികൾ, വ്യാലംബി, നീണ്ട നീല നിറത്തിലുള്ള അളകം, അതായത് ചുരുണ്ട മുടിയുടെ വൃന്ദ സമൃദ്ധം, അവയാൽ ആവൃതമായിട്ടുള്ള മുഖം, മനോഹരമായ പുരികക്കൊടി, സുന്ദരമായ കൺപോളകൾ, ചുരുണ്ട മുടിയും ഇവയോടൊക്കെ ആവൃതമായിട്ടുള്ള മനോഹരമായ മുഖം, അതുപോലെ വൽഗുവാചകം, മധുരമായ ഭാഷണം, സംഭാഷണ രീതി, ഇവയെല്ലാം ഉള്ളതുകൊണ്ട് യത് വ്രീഡയ, ലജ്ജയോടുകൂടി തല താഴ്ത്തി നിൽക്കുന്ന നീ, ന അഭിമുഖം, എൻ്റെ മുഖത്തോട്ട് നോക്കാതെ നിൽക്കുന്ന നീ, ഉന്നീയ, ഉയർത്തി, മേ ദർശയ, എനിക്ക് ദർശനം നൽകിയാലും. അപ്പോൾ തല താഴ്ത്തി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നിൻ്റെ മുഖം ഒന്ന് ഉയർത്ത്, എൻ്റെ മുഖത്തേക്ക് നീ നോക്കിയാലും, അപ്പോൾ എന്നിട്ട് എനിക്ക് ശരിക്കും നിൻ്റെ മുഖം കാണാനായിട്ടുള്ള ദർശനം നൽകിയാലും എന്ന് പുരഞ്ജന രാജാവ് അവളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ശ്ലോകം 32. നാരദ ഉവാച ഇത്തം പുരഞ്ജനം നാരി യാജമാനം അധീരവത്ത് അഭ്യനന്ദത തം വീരം ഹസന്തി വീരമോഹിത. ഇത്തം ഇപ്രകാരം പുരഞ്ജന രാജാവ് നാരി യാജമാനം, അപ്പം നാരദ മഹർഷി ആരോടാ പറഞ്ഞു കൊടുക്കണേന്നറിയാലോ, പ്രാചീന ബർഹിസിനോട്. ഇപ്രകാരം പുരഞ്ജന രാജാവിന് നാരി, ആ പെൺകുട്ടി, യാജമാനം, ആ പെൺകുട്ടിയോട് യാചിച്ചു, അധീരവത്ത്, ഒരു ധീരതയില്ലാത്തവനെ പോലെ. അതായത് ആ കാമാസക്തി വന്നപ്പോൾ ധീരതയൊക്കെ പോയിട്ട് പുരഞ്ജന രാജാവ് അവളോട് ഇപ്രകാരം തന്നെ വിവാഹം കഴിക്കണമെന്ന് യാചിച്ചു. അങ്ങനെ നിൽക്കുന്ന വീരനായ അദ്ദേഹത്തെ നോക്കിയിട്ട് ഹസന്തി, പുഞ്ചിരിച്ചുകൊണ്ട്, തം അഭ്യനന്ദത, അവൾ അഭിസംബോധന ചെയ്തു, അവൾ സംസാരിക്കാൻ തുടങ്ങി. മോഹിത, അവളിൽ ആകൃഷ്ടനായിട്ട് നിൽക്കുന്ന പുരഞ്ജന രാജാവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ഇപ്രകാരം പറയാൻ തുടങ്ങിയെന്ന്. അപ്പം നാരദ മഹർഷിയാണ് അത് പ്രാചീന ബർഹിസിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അവൾ എന്താണ് പറയുന്നത്, അതാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. ന വിദാമ വയം സമ്യക് കർത്താരം പുരുഷർഷഭഃ ആത്മനഃ ച പരസ്യ അഭി ഗോത്രം നാമ ച യത് കൃതം. ന വിദാമ, എനിക്കറിയില്ല, പയം എന്ന് വെച്ചാൽ ഞങ്ങൾ, അതായത് ഞാൻ, ഈ ഭടന്മാർ, ഞങ്ങൾ, സമ്യക്, ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ പൂർണ്ണമായി എല്ലാവർക്കും, കർത്താരം, ഞങ്ങളുടെയൊക്കെ കർത്താവ് ആരാണ്, അതായത് ആരുടെ മകളാണ് ഞാൻ എന്ന് എനിക്കറിയില്ല, ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആരുടെ മകളാണെന്നും എനിക്കറിയില്ല. ഹേ പുരുഷർഷഭ, പുരുഷന്മാരിൽ ശ്രേഷ്ഠനായ രാജാവേ, ആത്മനഃ ച പരസ്യ അഭി, ആത്മനഃ, എൻ്റെയും, പരസ്യ അഭി,
എനിക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരുടെയും ഗോത്രം നാമ, കുടുംബപ്പേര് ഏത് ഗോത്രത്തിലാണ് ഞങ്ങൾ വരുന്നത് അതും എനിക്ക് അറിയില്ല. അതായത് അതുപോലെ യത് കൃതം, ആരാണ് ഞങ്ങളുടെ പിതാവ് എന്നും ഞങ്ങൾക്കറിയില്ല. അപ്പം ഞങ്ങൾ ആരാണ്, ഞങ്ങളുടെ ഏത് കുലത്തിൽ നിന്നാണ് വരുന്നത്, ഞങ്ങളുടെ പിതാവ് ആരാണ്, ഇതൊന്നും തന്നെ, അതുപോലെ ആ കുലത്തെ ആരാണ് സൃഷ്ടിച്ചത്, ഇതൊന്നും തന്നെ എനിക്ക് അറിയില്ല. ആകെ കൂടി അറിയുന്ന കാര്യം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കഥ കേൾക്കുമ്പോൾ തന്നെ എന്തോ ഭയങ്കര ഒരു നിഗൂഢത ഫീൽ ചെയ്യും. അതായത് അവളപ്പോൾ ആരാണ്, സ്വയം ഒന്നും അറിയാതെ താൻ ആരുടെ മകള്, ആരാണ്, ഏത് കുടുംബം, ഗോത്രം, ഇതൊന്നും അറിയില്ല എന്ന് പറയുമ്പോഴേ അതാണ്. എന്നിട്ട് അവൾ പറയുന്നത് ശ്ലോകം 34, ഇഹ അദ്യ സന്തമാത്മാനം വിദാമ ന തതഃ പരം യേന ഇയം നിർമ്മിത വീര പുരീശരണമാത്മനഃ. ഇഹ ഇവിടെ, അദ്യ ഇന്ന്, ഇപ്പോൾ, സന്തമാത്മാനം ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്, വിധാമ ഇത് മാത്രമേ എനിക്കറിയുള്ളൂ, ന തതഃ പരം അതിനപ്പുറം ഒന്നും എനിക്കറിയില്ല. ആരാണ്, എന്താണ്, ഇവിടുന്ന് ഇതൊന്നും എനിക്കറിയില്ല. ഇവിടെ ഇപ്പോൾ ഈ മനോഹരമായ നഗരത്തിലെ ഉദ്യാനത്തിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ, വേറൊന്നും എനിക്ക് അറിയില്ല, അതിനപ്പുറം എനിക്കറിയില്ല. യേന ഇയം ആരാണ്, നിർമ്മിത പുരി ആരാണ് ഈ നഗരം നിർമ്മിച്ചതെന്നും എനിക്കറിയില്ല. വീര അല്ലയോ മഹാധീരനായ രാജാവേ, ഈ നഗരം ആരാ സൃഷ്ടിച്ചത് എന്നും എനിക്കറിയില്ല. ശരണമാത്മന അതായത് ഞാൻ അവിടെ താമസ സ്ഥലം അന്വേഷിച്ച് വന്നെത്തിയ ഞാൻ, അതായത് എനിക്ക് വിശ്രമസ്ഥാനമായിരിക്കുന്ന ഈ ഒരു നഗരം ഇതാരാ നിർമ്മിച്ചത് എന്നും എനിക്കറിയില്ല. ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ, വേറൊന്നും അതിനപ്പുറം വേറൊന്നും എനിക്ക് അറിയില്ല. ശ്ലോകം 35, ഏതേ സഖായ സഖ്യഃ മേ നര നാര്യഃ ച മാനദ സുപ്തായാം മയി ജഗാർത്തി നാഗ അയം പാലയൻ പുരീം. ഏതേ ഇവിടെ എനിക്ക് ചുറ്റുമുള്ള സഖായ കൂട്ടുകാര്, സഖ്യഃ അവരുടെ പത്നിമാരായിട്ടുള്ള എൻ്റെ കൂട്ടുകാരികൾ, ഇവരെല്ലാവരും മേ എൻ്റെ, നരഹ നാര്യഹ പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള എൻ്റെ കൂട്ടുകാർ, എൻ്റെ സഖിമാര്, ഇവർ മാനദഹ മനച്ചാൽ അല്ലയോ രാജാവേ, ഇവരെല്ലാവരും സുപ്തായാം മയി ഞാനും, മയി എന്ന് വെച്ചാൽ ഞാനും, സുപ്തായാം അതായത് ഉറങ്ങിപ്പോയാലും, ജഗാർത്തി അതായത് എപ്പോഴും ജാഗ്രതാവസ്ഥയിൽ ഇരുന്നു കൊണ്ട്, നാഗഹ അയം എനിക്ക് മുന്നിൽ നിൽക്കുന്ന ആ 5 തലയുള്ള സർപ്പം, പാലയൻ പുരി ഈ നഗരത്തെ സംരക്ഷിക്കുന്നു. അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ ആര്, എന്ത്, ആരുടെ പുത്രി, എവിടെയെന്ന് വരുന്നു, എന്തിനു വന്നു ഒന്നും അറിയില്ല, ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ പറഞ്ഞത് എനിക്ക് ചുറ്റും നിൽക്കുന്ന ഈ പുരുഷന്മാരായിട്ടും സ്ത്രീകളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ, അതായത് കൂട്ടുകാരും കൂട്ടുകാരികളും, അവരും ഞാനും, ഇനി ഞങ്ങളൊക്കെ ഉറങ്ങിപ്പോയാലും എപ്പോഴും ജാഗ്രതാവസ്ഥയിലിരിക്കുന്ന എൻ്റെ മുന്നിൽ നിൽക്കുന്ന സർപ്പം, കാവൽക്കാരനായ സർപ്പം എപ്പോഴും ഈ നഗരത്തെ പരിപാലിക്കുന്നുമുണ്ട്. അപ്പം ചെറുതായിട്ട് ഓരോ സംശയം നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ, അത് കേൾക്കുമ്പോൾ ആ സർപ്പം പരിപാലിക്കുന്നുമുണ്ട് എന്നാണ് പറഞ്ഞത്. ശ്ലോകം 36, ദിഷ്ട്യ ആഗതഃ അസി ഭദ്രം തേ ഗ്രാമ്യാൻ കാമാൻ അഭീപ്സസേ ഉദ്വഹിഷ്യാമി താൻ തേ അഹം സ്വബന്ധുഭിഹി അരിന്തമ. ഇനി രാജാവ് അവളോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? പുരഞ്ജന രാജാവ്, എനിക്ക് നിൻ്റെ കൂടെ സുഖമായിട്ട് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഈ നഗരത്തിൽ ജീവിക്കണം, അതിന് നീ എന്നെ അനുഗ്രഹിച്ചാൽ, ഇതാണ് ആവശ്യപ്പെട്ടത്. അതായത് ലൗകിക ജീവിതമാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അല്ലേ. അപ്പോൾ അവൾ അത് തന്നെയാണ് രാജാവിനോട് പറയുന്നത്. ദിഷ്ട്യ എൻ്റെ ഭാഗ്യം കൊണ്ട്, ആഗതഃ അസി അങ്ങ് ഇവിടെ എത്തിച്ചേർന്നോ, ഭദ്രം തേ അങ്ങയ്ക്ക് എല്ലാ മംഗളങ്ങളും വരട്ടെ. ഇനി ഗ്രാമ്യാൻ അങ്ങയുടെ ഇന്ദ്രിയങ്ങളുടെ കാമാൻ ആഗ്രഹങ്ങളെ അഭീപ്സസേ നേടിയെടുക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങയുടെ ഇന്ദ്രിയങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ വേണം, നേടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. ഇനി പറയാണ്, അഹം സ്വബന്ധുബി ഞാൻ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഈ സേവകന്മാർ, അവരുടെ പത്നിമാർ ഒക്കെ കൂടിയിട്ട്, അരിന്തമഹ അതായത് അല്ലയോ ശത്രുഘാതകനായ പുരഞ്ജന രാജാവേ, ഞാനും എൻ്റെ ഈ കൂട്ടുകാർ, സേവകരും ബന്ധുക്കളും എല്ലാവരും കൂടിയിട്ട് അങ്ങയുടെ ഈ ഒരു ആഗ്രഹത്തെ ഉദ്വഹിഷ്യാമി
പൂർത്തിയാക്കി തരാമെന്ന്, അതായത് ഞാൻ അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് പറയണേ. അതായത് ഞാനും അങ്ങയ്ക്ക് മംഗളം വരട്ടെ, എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അങ്ങ് ഇവിടെ എത്തിച്ചേർന്നത്. അങ്ങയുടെ ഇന്ദ്രിയങ്ങൾ എന്തിനു വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ ബന്ധുക്കളോടൊപ്പം തന്നെ അവരുടെ സഹായത്തോടു കൂടി അങ്ങയ്ക്ക് ആ ആഗ്രഹത്തെ സാധിച്ചു തരാം. അതാണ് ആ പറഞ്ഞത്. ശ്ലോകം 37. ഇമാം ത്വം അതിതിഷ്ഠസ്വ പുരീം നവമുഖീം വിഭോ മായ ഉപനീതാൻ ഗൃഹ്ണാന കാമഭോഗാൻ ശതം സമാഹ. ഇമാം ഈ ഒരു സ്ഥലത്ത് ത്വം അങ്ങ് അതിതിഷ്ഠസ്വ, അതായത് അങ്ങ് താമസിച്ചാലും ഈ പുരിയിൽ നവമുഖി 9 കവാടങ്ങളോടുകൂടി ഈ നഗരത്തിൽ അങ്ങ് സന്തോഷമായിട്ട് ജീവിക്കൂ. മയാ ഉപനീതാൻ എന്നാൽ നൽകപ്പെട്ട ആ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ അങ്ങേക്ക് സാധിച്ചു തരാൻ പോവല്ലേ. അപ്പം അതിനെയൊക്കെ ഗൃഹ്ണാന സ്വീകരിച്ചുകൊണ്ട് കാമഭോഗാൻ എല്ലാ ആഗ്രഹങ്ങളെയും അങ്ങ് ആഗ്രഹിക്കുന്ന എല്ലാതും ഞാൻ സാധിച്ചു തരാൻ പോവാണ്. അതിനൊക്കെ സ്വീകരിച്ച് ശതം സമ 100 വർഷം അങ്ങ് ഇവിടെ ഈ നഗരത്തിൽ സുഖമായി സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ. അപ്പോൾ അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നൽകാമെന്ന് അങ്ങോട്ട് പറയാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് നല്ല സുഖവും സൗകര്യങ്ങളും ലൗകിക ജീവിതമാണ്. അപ്പം അതെല്ലാം നൽകാമെന്ന് പറഞ്ഞു. ശ്ലോകം 38. എന്നിട്ട് പറയാണ് കം നു ഞാൻ, അതായത് കം നു ത്വത് അന്യം, അങ്ങയെ അല്ലാതെ അന്യനായിട്ട് മറ്റാരെയാണ് ഞാനിങ്ങനെ സന്തോഷിപ്പിക്കുക? കാരണം അങ്ങനെ ആരും ഞാൻ കാണുന്നില്ല. എന്നിട്ട് പറയാണ് രമയെ സന്തോഷിപ്പിക്കുക, അങ്ങയെ അല്ലാതെ മറ്റാരെയാണ് ഞാനിങ്ങനെ രമിപ്പിക്കുക? കാരണം ഹി അരതിജ്ഞം, ആ രതിജ്ഞം എന്ന് വെച്ചാൽ ആ ഒരു രതി എന്തെന്നറിയാത്തത്, രതിസുഖം എന്തെന്നറിയാത്ത ഒരാളെ പിന്നെ എനിക്ക് എങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയും? കോവിദഹ, അതായത് വിഡ്ഢിയായിട്ട് ഈ ഭൂമിയിലെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് അറിയാത്തവരെ, രതി എന്തെന്നറിയാത്തവരെ, അവരെയൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെ, അങ്ങനെ ജീവിക്കുന്നവരെ എങ്ങനെ സന്തോഷിപ്പിക്കാനാണ്? ഇനി അസഭ്യരായ, അതായത് മരണശേഷം ചെന്ന് എത്തുന്ന ലോകങ്ങൾ, ഇനി അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും അറിയില്ല. അഭിമുഖം, അസഭ്യരായ അഭിമുഖം, അതായത് മരണശേഷം എത്തിച്ചേരുന്ന പരലോക ജീവിതത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അറിയാത്ത, അശ്വസ്തന വിധം അടുത്തത് ഇനി എന്താണ് എന്നൊന്നും ചിന്തിക്കാത്ത, പശുവും മൃഗതുല്യമായി ജീവിക്കുന്ന, ഭൗതിക ജീവിതം ആസ്വദിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും? അങ്ങാണെങ്കിൽ അതാണ് ആഗ്രഹിക്കുന്നത്, ഈ ഭൂമിയിലെ എല്ലാ ലൗകിക സുഖങ്ങളോടും കൂടി അങ്ങോട്ട് ജീവിക്കണം, കൊട്ടാരമൊക്കെ ഉണ്ടായിട്ടും മതിയാവാണ്ടാണ് അങ്ങ് ഈ നടക്കുന്നത്. അപ്പോൾ അങ്ങയെപ്പോലെ ഉള്ള ഒരാളെ അല്ലാതെ വേറെ ആരെ സന്തോഷിപ്പിക്കാനാണ്? കിട്ടിയതൊക്കെ മതി, ഇങ്ങനെയൊക്കെ അനുഭവിച്ചാൽ മതി. രതി എന്തെന്നറിയാത്ത, അതായത് ഈ ഭൂമിയിലെ ജീവിതത്തിലെ സുഖങ്ങളെ അനുഭവിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത, ഇനി മരണാനന്തര ജീവിതം പുണ്യലോക ജീവിതം ആഗ്രഹിക്കാത്ത, അങ്ങനെയുള്ള പശുവിനെ പോലെ മനസ്സുള്ള, മൃഗതുല്യരായ മനസ്സുള്ള ആളുകളെ എങ്ങനെ സന്തോഷിപ്പിക്കാനാണ്? അപ്പോൾ അങ്ങാണ് അതിന് ഏറ്റവും അനുയോജ്യനായവൻ. ശ്ലോകം, അതായത് അദ്ദേഹം ആഗ്രഹിച്ച ലൗകിക ജീവിതം അത് അതേപോലെ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ശ്ലോകം 39. എന്നിട്ട് ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ നല്ലോണം പുകഴ്ത്തിക്കൊണ്ട് പറയാണ് കേട്ടോ സ്ത്രീ. ധർമ്മഹി അത്ര അർത്ഥകാമൗ ച പ്രജാ ആനന്ദ അമൃതം യശഃ ലോകാ വിശോകാ വിരജാ യാന്ന കോവലിനഃ വിദുഹു. ഹി അത്ര, അതായത് ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ ധർമ്മം, അവിടെയാണ് ധർമ്മമുള്ളത്. അർത്ഥകാമങ്ങളുള്ളത്. പ്രജാ ആനന്ദ അമൃതം, കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദ അമൃതം കിട്ടുന്നത് അവിടെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലാണ്. അതിൽ നിന്നും യശഃ, കീർത്തി ഉണ്ടാകുന്നത്. ഇനി വിരജ, പരിശുദ്ധമായ വിശോക, ദുഃഖമില്ലാത്ത ലോക ജീവിതത്തെ അനുഭവിക്കാൻ കഴിയുന്നതും. എന്നാൽ ചിലരാകട്ടെ കേവലിനഹ വിദു, അതായത് ഈ ഒരു ജീവിതത്തിൻ്റെ സുഖത്തെ ഒക്കെ ഉപേക്ഷിച്ച് ഇതൊന്നും അറിയാതെ വിദുഹു ജീവിക്കുന്നു. അതായത് സന്യാസ ജീവിതം, സന്യാസികളെയാണ് ആ കുറ്റം പറയുന്നത്, ആ കുറ്റപ്പെടുത്തി പറയുന്നത്. അതായത് ഭൗതിക ജീവിതത്തിലാണ് ധർമ്മവും അർത്ഥവും കാമവും എല്ലാം ഉള്ളത്. മക്കളുണ്ടാവുന്നു, വിവാഹം കഴിക്കുന്നു, ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആനന്ദം അനുഭവിക്കുന്നു, യശസ് വരുന്നു. എല്ലാ ലോകത്തിൻ്റെയും അതായത് ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളെയും അനുഭവിച്ചു കഴിയാൻ സാധിക്കുന്നത് ഗൃഹസ്ഥാശ്രമം നയിക്കുമ്പോഴാണ്. എന്നാൽ ഇതൊന്നും അനുഭവിക്കാൻ കഴിയാതെ ചിലർ സന്യാസത്തെ സ്വീകരിച്ചു പോകുന്നു. അവർ വിഡ്ഢികളാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ആ ദേവി അദ്ദേഹത്തോട്, പുരഞ്ജന രാജാവിനോട് പറയുന്നത്.
ഇനി ശ്ലോകം 40. പിതൃദേവ ഋഷി മർത്യാനാം ഭൂതാനാം ആത്മനഃ ചാഹ ക്ഷേമ്യം വദന്തി ശരണം ഭവേ അസ്മിൻ യത് ഗൃഹാശ്രമഃ. പിതൃക്കൾ, ദേവ ദേവന്മാർ, മർത്യ മനുഷ്യർ, ഭൂതാനാം ഇനി മറ്റു ജീവജാലങ്ങൾ, ആത്മനഃ ഇനി അവനവന് തന്നെയും, ക്ഷേമ്യം വദന്തി എല്ലാ സന്തോഷവും അനുഭവിക്കാൻ, ശരണം പ്രാപിക്കാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഗൃഹസ്ഥാശ്രമ ജീവിതം, കുടുംബജീവിതം നയിക്കുക. ഭവേ അസ്മിൻ ഈ ഭൗതിക ലോകത്ത് യത് ഗൃഹാശ്രമ, അതായത് ഏതൊന്നാണോ ഗൃഹസ്ഥാശ്രമ ജീവിതം അതാണ് പിതൃക്കൾക്കും ദേവന്മാർക്കും ഋഷിമാർക്കും മനുഷ്യർക്കും എല്ലാ ജീവസത്തകൾക്കും അവനവന് തന്നെയും ഏറ്റവും സുഖത്തെ ക്ഷേമത്തെ നൽകുവാൻ ആശ്രയിക്കാൻ പറ്റുന്നത്, സുഖവും സന്തോഷവും കിട്ടാൻ ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഗൃഹസ്ഥാശ്രമമാണ്. മറ്റൊന്നിൽ നിന്നും ഈ സന്തോഷവും സുഖവും കിട്ടില്ല. അപ്പോൾ അത് വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന അങ്ങേക്കാണ് ഏറ്റവും സന്തോഷത്തെ ഞാൻ നൽകുന്നത്, അങ്ങേക്കല്ലാതെ വേറെ ആർക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം.